രാംസ് വോയിസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വയനാട്ടിലെ മനുഷ്യരെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഞാൻ ജനിച്ച മണ്ണാണത്, ഞാൻ പിച്ച വെച്ച മണ്ണാണത്. അവിടുത്തെ തണുപ്പും മഞ്ഞും മഴയും ഇന്നും ഒരു ലഹരിയായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഞാൻ. അന്ന് ഞങ്ങൾ പാടി നടന്നിട്ടുണ്ട്. നാട് നല്ല നാട് മച്ചോ, മഞ്ഞു പെയ്യും നാട്, നാട് നല്ല നാട് മച്ചോ, എങ്കള വയനാടു. ചിട്ടാം ചിട്ടാം കുരുവി ചിണുക്കിട്ടായോ, ചിന്ന പുള്ളയെ കാതിലിക്കൊരു ചിണുക്കിട്ടായോ. നാട് എൻ വീട് ഈ വയനാട്, കൂട് എൻ മേട് ഈ വയനാട്. വയനാട് 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 ഇങ്ങനെ പാടി നടന്ന ഒരു കാലഘട്ടമുണ്ട് എനിക്ക്. ആ വയനാട്ടിൽ ഇന്ന് നിരന്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്ര വലിയ ഒരു ഉരുൾപൊട്ടലുണ്ടായത്. അതിനുശേഷം ഇപ്പോഴാണ് വലിയ ഒരു മനുഷ്യക്കുരുതി തന്നെ സംഭവിച്ചു. അത് സംഭവിച്ചു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സഹായങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തി. പിണറായി വിജയൻ്റെ ഫണ്ടിലേക്കും ഒഴുകിയെത്തി. ദുരിതാശ്വാസ ഫണ്ട്, ഇനി പിണറായി വിജയൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ നിൽക്കേണ്ട, ദുരിതാശ്വാസ ഫണ്ടിലേക്കും ഒഴുകിയെത്തി. കേന്ദ്രവും കൊടുത്തു. എത്ര കൊടുത്തു എന്നുള്ളതല്ല, കൊടുത്തു. കിട്ടിയതൊക്കെ അവിടെ കൂട്ടിവെച്ച് അതിൻ്റെ മുന്നിൽ അടയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കാണുന്നത്. കിട്ടാവുന്നതൊക്കെ വലിച്ച് കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചമ്രം പടിഞ്ഞ് മൂപ്പരിയ്ക്കുന്നുമുണ്ട്. ജനങ്ങളിലേക്ക് ഒന്നും എത്തുന്നില്ല. അതിൽ ഏറ്റവും വല്ലായ്മ തോന്നിയത് ഇന്നലെ ചാനലിൽ ഒരു സ്ത്രീ അവർക്ക് വാടക പോലും കിട്ടുന്നില്ല എന്നുള്ള വിവരം പറഞ്ഞു. ഈ കോടിക്കണക്കിന് രൂപ അവരുടെ പേരിൽ പിരിച്ച പണം, അതുകൂടാതെ കേന്ദ്ര സർക്കാർ കൊടുത്ത പണം, അതൊക്കെ അവിടെ ഉണ്ടായിട്ടും ഈ പറയുന്ന ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. വേണ്ട, 300 രൂപ വെച്ച് അവർക്ക് കൊടുക്കുന്ന ജീവിത ചെലവ് അതുപോലും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പണം ഇവിടെ ഉണ്ട്. 1000-ൻ്റെ മേലെ 1200 കോടിയോളം 500 മനുഷ്യർക്ക് വേണമെങ്കിൽ 1 കോടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോലും അവിടുത്തെ പ്രശ്നം തീരും. അത്രേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സിറ്റി, ഇപ്പം നമുക്ക് സ്മാർട്ട് സിറ്റിയുടെ കഥ നമ്മൾ കേട്ടല്ലോ. അതേപോലെ ഒരു പുതിയ വ്യവസ്ഥ ഉണ്ടാക്കണം ഇത്രയും അധികം ആൾക്കാരെ അധിവസിപ്പിക്കാൻ എന്നും പറഞ്ഞ് നടക്കുക. ഇത് സർക്കാരാണ് നടത്തുന്നത് എന്ന് ആലോചിക്കണം. സർക്കാർ നടത്തി കഴിഞ്ഞാൽ ഇത്രയും വീടുകൾ ഉണ്ടാക്കാൻ സർക്കാർ കോൺട്രാക്റ്റ് കൊടുക്കും. ആ കോൺട്രാക്ടർ സബ് കോൺട്രാക്ടർ കൊടുക്കും. ആ സബ് കോൺട്രാക്ടർ വീണ്ടും ഒരു സബ് കൊടുക്കും. അവസാനം 4 വർഷം കൊണ്ട് വീട് തകരുന്ന അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന ഒരു വീടായിരിക്കും ആ സമൂഹത്തിന് കിട്ടുക. അതിനുവേണ്ടിയാണ് കടക്ക് കൂട്ടി കാത്തിരിക്കുന്നത്. ആ ദുരിതത്തിൽ നിന്ന് എന്തുണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്ത. അതല്ലെങ്കിൽ ഈ ദുരന്തം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും ഇപ്പോൾ ഒരു ഭൂമി എടുത്തു, അത് ഹൈക്കോടതിയിൽ പോയി കിടക്കുകയാണ്, ഇനി ഹൈക്കോടതി വിധി പറയണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതല്ലെങ്കിൽ കോടതികൾക്കറിയാമല്ലോ ഇതിൻ്റെ അർജൻസി എന്താണെന്ന്. അത് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് വളരെ അർജൻറ്റായിട്ടുള്ള കാര്യമാണ്, അതിന് പെട്ടെന്ന് വിധിയുണ്ടാക്കണം എന്ന് ആവശ്യപ്പെടാൻ, അതല്ലെങ്കിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിൽ അവർക്ക് വല്ലതും കൊടുക്കാൻ വിധിക്കുകയാണെങ്കിൽ കൊടുത്താൽ അവർ സമ്മതിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചിന്ത.
അവർ റെഡിയാവും. അതിന് തയ്യാറാവുന്നില്ല. കാരണം കോടതികൾക്ക് മനസ്സിലാവില്ലേ, 500 കുടുംബങ്ങൾ വഴിയാധാരമായി നിൽക്കുകയാണ്, അവർക്ക് വീട് വയ്ക്കാനാണ് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഏത് കോടതിക്കും മനസ്സിലാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. കാരണം ഇത് സർക്കാരിന് വേറെ സ്മാർട്ട് സിറ്റി പണിയാനുള്ള സ്ഥലമല്ല, മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഒരിടം എന്നുള്ള അർത്ഥത്തിൽ കോടതി അക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഒരു സാമാന്യ ബുദ്ധിക്ക് തോന്നുന്ന കാര്യം. അങ്ങനെ ഇരിക്കെ അതൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ പണമില്ല, കേന്ദ്രം തന്നില്ല, അവർ തന്നില്ല, ഇനി കേന്ദ്രം തന്നില്ലെന്ന് വെക്കുക. ഇപ്പോൾ മുസ്ലിം ലീഗ് ഇത്ര വീടുകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് ഇത്ര വീടുകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സേവാഭാരതി ഒരുപാട് വീടുകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ ഞങ്ങൾ വീടുണ്ടാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഭൂമി കണ്ടെത്തി പണി തുടങ്ങേണ്ട സമയം കഴിഞ്ഞു, അവർ ചെയ്തോളും. അപ്പോൾ ഈ ഭൂമിയുടെ പ്രശ്നം മാത്രമാണ്, ഭൂമി സർക്കാരിൻ്റെ കയ്യിൽ ഭൂമി അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല. അതല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ കോടതിയിൽ ഇത് ബോധ്യപ്പെടുത്തിയിട്ട് ഇത് വളരെ അർജൻസിയുള്ള കാര്യമാണ്, മനുഷ്യരുടെ ജീവിത പ്രശ്നമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാവണം. ഇതിനൊന്നും തയ്യാറാവുന്നില്ല. ഇന്ന് ഹൈക്കോടതി ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ പോകുന്നതെന്ന്. കൃത്യമായ കണക്കില്ല, കേന്ദ്രം പറയുന്നു കൃത്യമായ അപേക്ഷ കിട്ടിയിട്ടില്ല. നമ്മളൊരിക്കൽ കണ്ടു, നമ്മളൊരു ഇത് കണ്ടു, ശവമടക്കിന് ഇത്ര കോടി രൂപ, ഇതിനിത്ര കോടി രൂപ എന്നൊക്കെ പറഞ്ഞൊരു കണക്ക്, ഒരു മനക്കണക്കുണ്ടാക്കി കൊടുത്തു. അത് മനക്കണക്കാണെന്നും പിന്നീട് വിളിച്ച് പറഞ്ഞു അത് ഒറിജിനൽ കണക്കല്ല, പ്രോജക്റ്റാണ്. ഇതൊന്നും അല്ലാതെ ഈ മനുഷ്യർക്ക് എന്ത് വേണം എന്ന് കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ നോക്കാതെ കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെടുത്തി അത് സമൂഹത്തിന് മനസ്സിലാക്കുന്ന വിധം ബോധ്യപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ മനുഷ്യർക്ക് ആശ്വാസം കിട്ടും. ഇല്ലെങ്കിൽ ആ മനുഷ്യർക്ക് ആശ്വാസം കിട്ടില്ല. കാരണം ഇതിനു മുമ്പ് നടന്ന പ്രളയത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കണ്ടത്. നമുക്ക് മുൻ അനുഭവമുണ്ട്. അവരൊക്കെ ഇപ്പോഴും പലരും പെരുവഴിയിലാണ്. അന്ന് പെട്ടെന്ന് വീട് കൊടുക്കും, മറ്റത് കൊടുക്കും, മറിച്ച് കൊടുക്കും. സുനാമി വന്ന ആ സമയത്ത് പിരിച്ച ഫണ്ട് പോലും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അറിവ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തങ്ങളുടെ ആശ്രിതർക്ക് നൽകിയിട്ടുമുണ്ട്. നമ്മളതിൻ്റെ വാർത്ത ഇപ്പോൾ കേട്ടു. പണം മാത്രമല്ല, അവർക്ക് ജോലിയും കൊടുത്തു. അത് ഇന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അത് റദ്ദ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് ദുരിതം അനുഭവിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഫണ്ടാണ്. അത് തങ്ങളുടെ സ്വന്തക്കാർക്ക് വീതിച്ച് കൊടുക്കാനുള്ള ഫണ്ടല്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്നിട്ടും അതൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും ദുരന്തം വരാൻ കാത്തിരിക്കുന്ന ഒരു സർക്കാരാണോ കേരളത്തിൽ എന്ന് തോന്നിപ്പോകും. ദുരന്തത്തിൻ്റെ പേരിൽ എന്തുമാത്രം കൈയിട്ട് വരാൻ പറ്റും, അതല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അവർ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉള്ള പണം കൊണ്ട് എത്ര ആശ്വാസം കൊടുക്കാൻ പറ്റും? അതുമാത്രമല്ല, ഇത്രയും വീടുകൾ ഇപ്പോൾ 200-300 വീടുകൾ സന്നദ്ധ സംഘടനകൾ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും സേവാഭാരതി ആണെങ്കിലും മറ്റ് വ്യക്തികളാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നിടത്താണ് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. കേന്ദ്രത്തിൻ്റെ കുറ്റം പറയാൻ വേണ്ടി ഇടതും വലതും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അതായത് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഒരവസ്ഥയുണ്ട്. ഇപ്പം കേന്ദ്രത്തിൻ്റെ എതിരെ ഒരു പൊതുവികാരമുണ്ടാക്കിക്കൊണ്ട് ഇതൊക്കെ കേന്ദ്രമാണ് ചെയ്യുന്നത്, കേന്ദ്രം തരാത്തതുകൊണ്ടാണ് എന്നുണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ലജ്ജാകരമാണത്. കേന്ദ്രം കൊടുക്കും എന്നുള്ളത് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം കൊടുക്കുന്ന ഇന്നിപ്പം അതായത് നിലവിലുള്ള പണത്തിൻ്റെ പകുതിയെങ്കിലും ചിലവാക്കി കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ തരാമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്.
ഇത് 1 രൂപ പോലും ചിലവാക്കുന്നില്ല. ഞാൻ എന്താ പറയുക, ഭൂതം കാവൽ നിൽക്കുന്ന പോലെ ആ മുതൽ കാവൽ നിൽക്കുകയാണ്. ഇനി അതിൽ നിന്ന് എത്ര മാറിപ്പോയിട്ടുണ്ട് എന്നുണ്ടെന്ന് അറിയില്ല. കാരണം സർക്കാരിൻ്റെ ചെയ്തികളൊന്നും പുറം ലോകം അറിയുന്നില്ല. പല കാര്യങ്ങളും പുറം ലോകം ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ പോലും അത് കൊടുക്കാൻ ബാധ്യതയില്ല എന്ന് എഴുതി കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൃത്യമായിട്ട് സമാശ്വാസം കൊടുക്കാൻ മുന്നോട്ട് വരേണ്ടത് ഈ പറയുന്ന പിണറായി സർക്കാർ തന്നെയാണ്, അല്ലാതെ മറ്റാരും തന്നെയല്ല. കേന്ദ്രത്തിന് പഴി പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ ചിലവാക്കാൻ തുടങ്ങും, നിങ്ങൾ ചിലവാക്കൂ, എന്നിട്ട് കേന്ദ്രം തന്നില്ലെങ്കിൽ ഈ പൊതുസമൂഹം മൊത്തം ചോദിക്കും. അതല്ലാതെ ഈ 1200 കോടിയോളം രൂപ കൈവശം വെച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോവാതെ നോക്കുന്നത്. ഇനി ആ ഭൂമി ഇപ്പോൾ കണ്ടുവച്ച ഭൂമി കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റു ഭൂമി അന്വേഷിക്കണ്ടേ? അതിൽ തന്നെ കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമുണ്ടോ? ഭൂമി കിട്ടാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ നോക്കണ്ടേ? ഇനി വില കൊടുത്ത് വാങ്ങാനാണെങ്കിൽ വില കൊടുത്ത് വാങ്ങണ്ടേ? വില കൊടുത്ത് ഭൂമി വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 100-300 വീടുകൾ ഇപ്പം തന്നെ റെഡിയാകും. ബാക്കി എത്ര വീട് വേണം? 200 ചില്ലാനും വീട് സർക്കാരുണ്ടാക്കിയാൽ മതി. 300 വീടിന് മേലെ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അത്രയും ഉണ്ടാക്കിയ ബാക്കി എന്താണ് സർക്കാരിന് എത്രയാണ് ചിലവ് വരിക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ മറച്ച് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന കരച്ചിൽ മുന്നോട്ട് വരുന്നത്. കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്രം തന്നില്ല. ഇതല്ലാതെ കിട്ടിയത് കൊണ്ട് എന്ത് ചെയ്തു എന്ന് പറയാൻ നാവ് പൊന്തുന്നില്ല. ഇപ്പോൾ ഞാനിതിൻ്റെ ടൈറ്റിൽ കീറിയ ചെട്ടി, എന്തിനാ കീറിയ ചെട്ടി പോലെ ആയിട്ടുണ്ട്. ഖജനാവിൽ പണമില്ലാതെ വരുമ്പോൾ ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഖജനാവ് കട്ടുമുടിച്ചു, കൊള്ളയടിച്ച് തീർത്തു, ഒന്നും ബാക്കിയില്ല. അപ്പോൾ ഈ കീറ ചെട്ടിയിട്ടുകൊണ്ടാണ് ഭരിക്കുന്നത്. പുറത്ത് വെളുക്ക ചിരിക്കുകയും അകത്ത് ഇങ്ങനെ കീറിയ ഒരവസ്ഥയാണുള്ളത്. വയനാട്ടിലെ ജനങ്ങൾക്ക് നീതി കിട്ടണം. അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് നീതി കിട്ടണമെങ്കിൽ പിണറായി സർക്കാർ മുന്നോട്ട് വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറണം. ബാക്കി ജനങ്ങളായിക്കൊള്ളും. ഞങ്ങൾ കഴിവുകെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണം. ബാക്കി ജനങ്ങളായിക്കൊള്ളും. ഈ സംഗതി തുടരാൻ പാടില്ല. ഈ പറയുന്ന പോലെ എപ്പോഴും കേരളം നല്ലത് ചെയ്യുന്നു, കേന്ദ്രം കേരളത്തിനെ സഹായിക്കുന്നില്ല, കേന്ദ്രം കേരളത്തിനെ വരിഞ്ഞു മുറുക്കുകയാണ് എന്നുള്ള ആ മുദ്രാവാക്യം കൊണ്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനം തിരിച്ചറിയും. ഇതുവരെയും ആലോചിച്ച് നോക്കൂ, ഇതുവരെയും ഈ കൊടുക്കാമെന്ന് പറഞ്ഞ സന്നദ്ധ സംഘടനകളുടെ പേര് പോലും, അല്ലെങ്കിൽ എത്ര വീട് ആരൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഒരു വിവരവും സർക്കാരിൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സർക്കാരിൻ്റെ ഉദ്ദേശം ശുദ്ധി അവിടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ? ആ ദുരന്തമുണ്ടായ അടുത്ത ആഴ്ചകളിൽ ധാരാളം പേര് സ്ഥലം വാഗ്ദാനം ചെയ്തു, ധാരാളം പേര് വീട് വയ്ക്കാമെന്ന് പറഞ്ഞു. ഇവരുടെയൊന്നും പേര് വിവരങ്ങൾ ഇന്ന് സർക്കാരിൻ്റെ, കാരണം അവരെയൊക്കെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ വീടുണ്ടാക്കി കൊടുക്കും. അത് സർക്കാരിന് മേൽനോട്ടം വയ്ക്കാൻ പറ്റുമോ? സർക്കാരിന് കോൺട്രാക്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സർക്കാരിൻ്റെ വേണ്ടപ്പെട്ട വകുപ്പിന് നഷ്ടം സംഭവിക്കില്ലേ? വേണ്ടപ്പെട്ടവർക്ക് വേണ്ടത് കിട്ടാതെ പോവില്ലേ? സർക്കാരിൻ്റെ പണി എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇന്നുണ്ടാക്കിയ വീട് അടുത്ത കൊല്ലം ചോരുന്ന വീടുകളായിരിക്കും. ഇന്നുണ്ടാക്കുന്ന പാലം നാളെ പൊളിഞ്ഞു വീഴുന്ന പാലങ്ങളായിരിക്കും. സർക്കാർ ഇപ്പോൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ പണിതിട്ട് ഉപയോഗശൂന്യമായി കിടക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നില്ല. ഹോസ്പിറ്റലിന് വേണ്ടി പണിത കെട്ടിടങ്ങൾ പോലും
ഇപ്പോൾ ആലപ്പുഴയിൽ നമ്മൾ കണ്ടില്ലേ, കുട്ടികൾക്ക് അവിടെ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ലൈസൻസ് സെൻട്രൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി തിരിക്കുകയാണ്. അതിന് തൊട്ടടുത്ത് ബിൽഡിംഗ് പണിത് കഴിഞ്ഞു, എന്നിട്ട് അവിടേക്ക് മാറ്റാതെ അവരെ കഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ഗതികെട്ട സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല, പറയാതെ വയ്യ. ഇനി ഈ സർക്കാരിന് ഇനി എങ്ങനെയാണ് ബോധം വരിക എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ആ കീറിയ ജെട്ടി മാറ്റിയിട്ട് ഒരു നല്ല ജെട്ടി സർക്കാർ എന്നാണ് എടുത്തിടുക എന്നറിയില്ല. വയനാട്ടിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കട്ടെ, ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് ഇപ്പോൾ പറ്റൂ. അത്രമാത്രം ഇന്ന് പറയുന്നു.